വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. തൊടുപുഴ ജില്ലാ പെൻഷൻ ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഒറ്റത്തവണയായി അനുവദിക്കുക, 5 വർഷ തത്വം പാലിച്ച് 2024 ജൂലൈ 1 മുതൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികളും അവഗണനയും അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, PFRDA നിയമം റദ്ദാക്കുക, മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തിയത്. തൊടുപുഴ ജില്ലാ പെൻഷൻ ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഗവൺമെന്റുകൾക്ക് ഏറ്റെടുക്കാനാവില്ല എന്ന നിലപാടാണ് എല്ലാ രാജ്യങ്ങളിലും സ്വീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്താണെങ്കിലോ കോവിഡ് വന്നതിന്റെ മറവിലാണ് തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കാൻ തീരുമാനിച്ചു. നേരത്തെ തീരുമാനമെടുത്തു. ആ തൊഴിൽ നിയമങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായി സ്ഥിരം തൊഴിൽ സംവിധാനം നമ്മുടെ രാജ്യത്ത് അവസാനിപ്പിച്ചു. ഒറ്റവരി ഉത്തരവിലൂടെ ഇന്ത്യയിലെ സ്ഥിരം തൊഴിൽ സംവിധാനം അവസാനിപ്പിച്ചു ഇന്ത്യ ഗവൺമെന്റ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അഗ്നിവീർ നിയമനം. ഇന്ത്യൻ പട്ടാളത്തിൽ 4 വർഷക്കാലത്തേക്ക് ചെറുപ്പക്കാരെ നിയമിക്കുന്ന പുതിയ സംവിധാനം. പെൻഷൻ എന്ന് പറയുന്ന തത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി ഉണ്ടാക്കിയെടുത്ത ഒരു നിയമമാണ്. ജില്ലാ പ്രസിഡന്റ് കെ സുകുമാരൻ അധ്യക്ഷനായി. മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ ഉന്നയിച്ച് ആഗസ്റ്റ് 7-ന് തൊടുപുഴയിൽ നടത്തുന്ന സിവിൽ സ്റ്റേഷൻ മാർച്ചിൽ 1500 പെൻഷൻകാരെ പങ്കെടുപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം VK മാണി, ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു, T ചെല്ലപ്പൻ, ലീലാമ്മ ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.